നാളെ നിന്നെ പറ്റിയുള്ള സത്യം എല്ലാരും അറിയൂ. നാളെ നമ്മൾ ആ സ്വാമിജിയുടെ അടുത്ത് പോയാ ഉറപ്പായിട്ടും ഞാൻ പ്രഗ്നന്റ് അല്ലെന്ന കാര്യം എല്ലാരും അറിയും. പിന്നെ അമ്മ എന്നെ കൊന്നു കൊല വിളിക്കും. ഇതിനെല്ലാം കാരണം നിങ്ങൾ പറഞ്ഞ നുണയാണ്. ആ നീ ഇപ്പൊ ജീവനോടെ ഇരിക്കുന്നെങ്കിലേ അതിന് കാരണം ഞാനപ്പ പറഞ്ഞ കള്ളവടി. ആ നേരത്തെ ഞാൻ വന്ന് രക്ഷിച്ചില്ലായിരുന്നെങ്കിലേ നീ ഇപ്പൊ നിന്റെ വീട്ടിൽ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുവായിരുന്നു. ആ സമയത്ത് വേറെ എന്തെങ്കിലും കള്ളം പറഞ്ഞ് എന്നെ സേവ് ചെയ്തോടായിരുന്നു ആന്റി. എങ്കിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നല്ലോ. ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവുന്ന ഞാൻ കരുതിയില്ലല്ലോ. നിന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് കരുതിയാ ആ സമയത്ത് വായി തോന്നിയത് ഞാൻ പറഞ്ഞത്. ഇങ്ങനൊരു കെണി ഉണ്ടാവും അറിഞ്ഞെങ്കിൽ ഞാനങ്ങനെ പറയോ? ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? നാളെ ആ സ്വാമിജിയുടെ അടുത്ത് പോകാതിരിക്കാനായിട്ട് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞു തൊലയ്ക്ക്. നമ്മളിനി എന്തു പറഞ്ഞാലും നിന്റെ അമ്മായി കേൾക്കില്ല. ഇതുപോലത്തെ സ്വാമിമാരെ നിന്റെ അമ്മായിക്ക് വീക്ക്നെസ്സാ. ആ അപ്പൊ പിന്നെ എന്റെ കഥ കഴിയുമല്ലേ? അവിടുന്ന് നേരിട്ട് എന്റെ അമ്മയുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും സൂയിസൈഡ് പോയിന്റിലേക്കോ പോകേണ്ടി വരും. അതിന് നാളെ വരെ സമയമുണ്ടല്ലോ. എന്തെങ്കിലും ഒന്ന് ആലോചിച്ച് ചെയ്യാം. നാളെ സ്വാമിജിയോട് എന്റെ രണ്ടാം കല്യാണം നടക്കൂലേ എന്ന് ചോദിച്ചറിയണമെന്നുണ്ടായിരുന്നു. നീയാണെങ്കിലോ ആ സ്വാമിയെ കാണണ്ടെന്നാ പറയുന്നേ. നിങ്ങളെ എല്ലാരും നോർമൽ രീതിയിൽ ചിന്തിക്കുമ്പോ നിങ്ങൾ മാത്രമേ തല കുത്തനെ ചിന്തിക്കൂ. നിങ്ങൾക്ക് ഏത് നേരം ഈ ചിന്തയേ ഉള്ളൂ ആന്റി. എന്റെ കാര്യം ഞാൻ ആലോചിക്കാതെ വേറെ ആരാലോചിക്കാനടി? നിങ്ങളെ ഇളയമേ, നിങ്ങൾക്ക് വിവരമുണ്ടോ? എന്തു പറ്റിയടാ? നിങ്ങൾക്ക് ഇത്രയും പ്രായമുള്ളതല്ലേ? കുറച്ച് ഉത്തരവാദിത്ത ബോധം വേണ്ടേ? എന്ത് മാങ്ങത്തൊലി ചെയ്യുന്നേ? അതിന് ഞാൻ എന്താടാ ചെയ്തേ? നിങ്ങൾക്ക് നടക്കാൻ അത്ര വലിയ ആഗ്രഹം ഉണ്ടെങ്കിൽ വല്ല റോഡിലോ പാർക്കിലോ പോയി നടന്നൂടെ? എന്റെ ബെഡ്റൂമിനെ പാർക്കാക്കി പ്രഗ്നന്റ് ആയി എന്റെ ഭാര്യ നടത്തിക്കുന്നു. ഇങ്ങോട്ട് മാറില്ലേ? നീ മര്യാദയ്ക്ക് ഇവിടെ ഇരിക്കും. എടി, നിനക്കും ബോധമില്ലേ? ഈ തള്ളക്കാണെങ്കിൽ വിവരമില്ല, ഒരു ബുദ്ധിയും ഇല്ല. മന്ദബുദ്ധി നിനക്ക് അറിഞ്ഞൂടെ അത്? നീ ഇങ്ങനെ നടക്കല്ലേ പൊന്നെ. നിന്റെ ആരോഗ്യം നീ തന്നെയല്ലേ നോക്കേണ്ടത്. നന്നായടാ. ഹീറോയിനും കൂടി കൊമേഡിയനെ അടിച്ചോടിച്ചതുപോലെ എന്നോട് എന്തിനാ തട്ടിക്കയറുന്നേ? നിങ്ങളുണ്ടല്ലോ. എന്റെ പൊന്നെ, നീ വെറുതെ സ്ട്രെസ് ആവരുത്. ഒന്നിനും ടെൻഷൻ ആവാനും പാടില്ല. പിന്നെ ഓവറായിട്ട് വിയർക്കുകയും ചെയ്യരുത്. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ അമ്മ പറയുന്ന കേട്ടു നാളെ ഏതോ സ്വാമിജി കാണാൻ പോവാണെന്ന്. എനിക്ക് എവിടെയും പോകാൻ താല്പര്യമില്ലാക്കിയാൽ ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. അങ്ങനെ പറയില്ലേ കാർത്തിക. കാറിൽ പോന്നു, കാർ തന്നെ തിരികെ വരുന്നു. സ്വാമിജി കണ്ടു കഴിഞ്ഞാലേ നമുക്ക് നല്ലതുണ്ടാവുന്ന അമ്മ വിശ്വസിക്കുന്നേ. അത് തന്നെ പോയ ഞങ്ങൾ എല്ലാവരും പെട്ടുപോകും. നമ്മുടെ ഫ്യൂച്ചർ നന്നായിരിക്കണം കാർത്തിക. നമുക്ക് ജനിക്കാൻ പോകുന്ന കിഡ്സ് ഇല്ലേ, അവർക്ക് നല്ല സൗന്ദര്യം വേണം. നമ്മുടെ ഭാവി കാലം നല്ല ബ്രൈറ്റ് ആയിരിക്കണം. മനസ്സിലായോ നിനക്ക്? ഇപ്പൊ നീ എന്നോട് സ്നേഹം കാണിക്കുന്നുണ്ടല്ലോ. കുറച്ചു നേരത്തെ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്ന് പറഞ്ഞതല്ലേ? പിന്നെ നീ എന്നോട് വീട്ടുകാരോടൊന്നും പറയാതെ രഹസ്യമായിട്ട് പുറത്തുപോയി മോഡലിംഗ് ചെയ്തില്ലേ? അത് വലിയ തെറ്റാ എന്റെ കാർത്തിക. ശരിക്കും ആ സമയത്ത് ഞാൻ നിന്നെ ഡിവോഴ്സ് ചെയ്തല്ലോ എന്ന് പോലും ആലോചിച്ചു. പക്ഷെ നീ എപ്പോ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞോ ആ നിമിഷം തന്നെ നിന്നോടുള്ള ദേഷ്യം എല്ലാം പമ്പ കടന്നു. അമ്മയും അച്ഛനും പോലും ഇപ്പൊ വലിയ ഹാപ്പി ആടി. അപ്പോ എന്റെ ഈ പ്രഗ്നൻസി കൊണ്ടാണോ ഞാൻ രക്ഷപ്പെട്ടത്? ശരിക്കും നിനക്ക് എന്നോട് ലവ് ഇല്ലേ? എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാ കാർത്തിക. എന്താന്ന് വെച്ചാൽ നീ അമ്മയും ഞാൻ അച്ഛനും ആവാൻ പോവല്ലേ, അതാ ഇത്രയും സ്നേഹം. നമ്മുടെ ബേബി ഒരു നോക്ക് കാണാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാം മോളെ. അറിയാമോ, ആ ഫീലിംഗ് എന്നെ വലിയൊരു ത്രില്ലിങ്ങാ. ഓക്കെ, ടേക്ക് കെയർ ആൻഡ് ടേക്ക് റെസ്റ്റ്. ഇളയമോട് ചുമ്മാ മിണ്ടാൻ നിക്കല്ലേ, ഓക്കെ അല്ലേ? ഓക്കെ. എന്തിനാ ഇവിടെ നിൽക്കുന്നേ? പുറത്തോട്ട് ഞാൻ
ഇനി ഒരു തവണ കൂടി എന്റെ പൊന്നിനെ നടത്തിച്ചാലുണ്ടല്ലോ ഇടിച്ച് പരിപ്പിളക്കും. ഇല്ലടാ, ഞാനിനി നടത്തിക്കില്ല. എടി മോളെ, നീ പ്രഗ്നന്റ് അല്ലാന്നെങ്ങാനും അവൻ അറിഞ്ഞാലേ അവന്റെ അവസ്ഥ എന്താ ഓടി? ഓ, അഖിലിന്റെ കാര്യം അവിടെ നിക്കട്ടെ ആന്റി. ഞാൻ പ്രഗ്നന്റ് അല്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാ എന്റെ അവസ്ഥ എന്താകും? ഇന്ന് ഞാൻ പ്രഗ്നന്റ് ആണെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാ അഖിൽ എന്നോട് ഇത്രയും സ്നേഹം കാണിക്കുന്നത്. ഞാൻ പ്രഗ്നന്റ് അല്ലെന്നും നമ്മൾ ചീറ്റ് ചെയ്തെന്നെങ്ങാനും അറിഞ്ഞാ എന്നെ കഴുത്തിന് പിടിച്ച് ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് എറിയും. പിന്നെ ആരും എന്നെ തിരിഞ്ഞു നോക്കില്ല. അതും ശരിയാ മോളെ. കള്ളം പറഞ്ഞ് ഇപ്പൊ നമ്മളെ വെട്ടിലായത്. ഇതിന്ന് എങ്ങനെ പുറത്ത് കിടക്കണമെന്ന് എനിക്കറിയില്ല. ആന്റി 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 പ്ലീസ് ആന്റി, എന്തെങ്കിലും ഒന്ന് ആലോചിക്ക്. അറ്റ്ലീസ്റ്റ് എന്നെ ആ സ്വാമിജിയുടെ അടുത്ത് നിന്നെങ്കിലും ഒന്ന് രക്ഷിക്കെന്റെ ആന്റി. കൊറേ നേരമായിട്ട് ഞാനും അതാ ആലോചിക്കുന്നേ. എന്ത് ഐഡിയ പറഞ്ഞ് രക്ഷപ്പെടാന്നാ ഞാനും ഇപ്പൊ ചിന്തിക്കുന്നേ. ഈ ടെൻഷൻ കാരണം എനിക്ക് രാത്രി ഉറക്കം വരില്ല. ഞാൻ രാത്രി ഉറങ്ങിയില്ലെങ്കിൽ അഖിലിന് ഡൗട്ട് വരും. എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല ആന്റി. എന്തെങ്കിലും ഒന്ന് ആലോചിക്കാം ആന്റി. ഓ, ഒരു സ്ലീപ്പിംഗ് പിൽസ് എടുത്ത് കഴിച്ചിട്ട് കിടന്നുറങ്ങടി. എന്നെയും കൂടെ ടെൻഷൻ അടുപ്പിക്കാതെ. ഛെ. നിങ്ങൾ ബാഗൊക്കെ എടുത്തിട്ട് താഴേക്ക് വാ. ഞാൻ അപ്പോഴേക്കും ലഞ്ച് ബോക്സ് റെഡിയാക്കാം. ചേട്ടാ, ഇതേതാ ബോക്സ്? ഇതിനുള്ളിൽ എന്തായിരിക്കും? എന്താന്ന് എനിക്ക് അറിയില്ലനു. ഈ ബോക്സ് കൊറേ നാളായിട്ട് നമ്മുടെ റൂമിൽ തന്നെ ഇരിക്കുന്നേ. നീ ഇപ്പോഴാണോ ഇത് കാണുന്നേ? ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്, പക്ഷെ അതിനുള്ളിൽ എന്താണെന്ന് അറിയില്ലല്ലോ. ഓപ്പൺ ചെയ്യാന്ന് വിചാരിച്ചാൽ അത് ലോക്ക് ചെയ്തിരിക്കാം. കീസ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിതൊന്ന് തുറന്നു നോക്കാമായിരുന്നു. പക്ഷെ കീ എവിടെയായിരിക്കും അത് നമുക്കറിയില്ലല്ലോ. കീ ഇല്ലാത്ത പെട്ടിയിൽ എന്താണെങ്കിൽ നമുക്കെന്താനു? വാ പോവാ, സമയമായി. എങ്ങനെയെങ്കിലും ഈ ബോക്സ് തുറന്ന് അതിനുള്ളിൽ എന്താണെന്ന് നോക്കണം. അനു വാ, ദാ വരുന്നു. അമ്മേ, ഞങ്ങൾ വന്നു. കൊണ്ടുപോകുന്ന ലഞ്ച് മുഴുവൻ കഴിച്ചോണം. ആരെങ്കിലും ബാക്കി വെച്ച് കൊണ്ടുവന്നോണ്ടല്ലോ പണിഷ്മെന്റ് തരും. ആ മക്കളെ, റെഡിയാണോ? ശരി എന്നാ വാ പോവാം. ചെല്. വസു, അമ്മേ, നീ റെഡിയല്ലേ? നമുക്ക് സ്വാമിയെ കാണാൻ പോകണം. അതെ അമ്മേ. നിന്റെ ജാതകം കൂടി എടുത്തോളൂ. ആ, എടുക്കാം അമ്മേ. ഭാവനെ, കാർത്തികേ, നിങ്ങളും കൂടി ജാതകം എടുത്തോളൂ. ദാ വരുന്നു അമ്മേ.
ഞാനിപ്പോ അമ്മയാവാൻ പോവാണെന്ന് ഏട്ടനോട് പറഞ്ഞിട്ടില്ല, അമ്മയോടും പറഞ്ഞിട്ടില്ല. ആ സ്വാമിജി ഇനി അത് കണ്ടുപിടിക്കുമോ എന്തോ. ഭഗവാനെ, നീ തന്നെ രക്ഷിക്കണേ. സ്വാമിജിയുടെ അടുത്ത് പോകാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഐഡിയ പറഞ്ഞു തരാൻ പറഞ്ഞപ്പോ നിങ്ങൾ ഒരു മണ്ണം കെട്ടുകയും ചെയ്തിട്ടില്ല. ഇന്നത്തോടെ ഈ വീടും ഞാനും തമ്മിലുള്ള ബന്ധം അവസാനിക്കുന്നു തോന്നുന്നേ. എടി, എന്തെങ്കിലും ചെയ്ത് ഞാൻ നിന്നെ രക്ഷിച്ചോളാം, പേടിക്കാതെ. എന്റെ കൂടെ വാ, നീ വാ. സത്യം എങ്ങാനും പുറത്തു വന്നാ എല്ലാത്തിനും കാരണം നിങ്ങളാണെന്ന് ഞാൻ അമ്മയോട് പറയും. അതിനുശേഷം എന്ത് ചെയ്യണമെന്നൊക്കെ ആന്റിയുടെ ഇഷ്ടം. അപ്പോ എന്നെ നീ ഒറ്റിക്കൊടുക്കുന്നാണോ? അല്ലെങ്കിൽ നീ അങ്ങനെയുള്ളവളാ? വാ, എന്തെങ്കിലും ഒന്ന് ചെയ്യാം, നടക്ക്. അമ്മേ, ഇത് ജാതകം. വന്നോളൂ. ആ, പോവാം. ഏട്ടത്തി ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ? അതെ ഏട്ടത്തി. ശരി, എന്നാ പോകാം. ഏട്ടത്തി അങ്ങോട്ട് നോക്കി. സ്വാമി നിങ്ങളെ അകത്തേക്ക് വരാൻ പറഞ്ഞു. സ്വാമി വലിയ ദിവ്യനാന്നാ കേട്ടെ. അത്ഭുത സിദ്ധികളുള്ള ആളാ. അതെ, ഈ സ്വാമിജിയുടെ മഹിമയെ പറ്റി ഒരുപാട് ഞാനും കേട്ടിട്ടുണ്ട്. ജാതകം നോക്കി ഭാവി കാലവും ഭൂതകാലവും ഒക്കെ പറയുന്ന ആളാ ഇദ്ദേഹം. നമ്മുടെ മനസ്സ് വായിക്കാൻ കഴിയുന്ന ആളാ. ഇത്രയും മഹാനായ സ്വാമിജി നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് നമ്മുടെ ഭാഗ്യം. നിങ്ങൾ എന്തിനാ വന്നത്? എന്റെ മകൾക്ക് എത്ര ആലോചനകൾ വന്നിട്ടും ഒന്നും നടക്കുന്നില്ല. അവൾക്ക് കല്യാണം എപ്പോ നടക്കുമെന്ന് അറിയാൻ വന്നതാ. അമേരിക്കയ്ക്ക് പോകാൻ വേണ്ടി എന്റെ ഭർത്താവ് ഒരുപാട് തവണ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. പക്ഷെ എല്ലാം റിജക്റ്റ് ആയി. വിസ എപ്പോ കിട്ടുമെന്ന് സ്വാമിജിയോട് ചോദിച്ചറിയാൻ വന്നതാ. എന്റെ ഇളയ മോൻ എപ്പോഴും വയറുവേദനയാണെന്ന് പറയുന്നു. ഡോക്ടറോട് ചോദിച്ചിട്ട് ഒന്നും തെളിച്ചു പറയുന്നില്ല. അതുകൊണ്ട് സ്വാമിജിയോട് ചോദിക്കാന്ന് വിചാരിച്ചു. വയറ്റിനുള്ളിൽ എന്താണെന്ന് സ്വാമിജി ദിവ്യ ദൃഷ്ടി കൊണ്ട് നോക്കി പറയുന്നേ. നീ ഗർഭിണിയല്ലെന്നുള്ള കാര്യം സ്വാമി പറയൂ കാർത്തിക. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് ആന്റി. നിങ്ങളാണെങ്കിൽ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഇന്നെന്റെ അവസാനമാണ്. ഈ സ്വാമിജി വളരെ പ്രഗത്ഭനാണെന്നാ പറയുന്നത്. എന്നെ കണ്ട ഉടനെ ഞാൻ ഗർഭിണിയാണെന്ന കാര്യം അദ്ദേഹം കണ്ടെത്തും. അമ്മ എന്തു പറയൂ? എന്ത് പറ്റി വസു? എന്താ നീ വല്ലാതിരിക്കുന്ന? ഒന്നുമില്ല ഏട്ടത്തി.
അല്ല കാർത്തിക, നമ്മൾ ഇല്ലാത്ത ഗർഭം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാ ടെൻഷൻ ആയിരിക്കുന്നേ. ആ വസു എന്തിനാ ഇത്രയും ടെൻഷൻ അടിച്ചിരിക്കുന്നേ? അതാ ആന്റി എനിക്കൊന്നും മനസ്സിലാവാത്തെ. വസു ഇന്നലെ മുതലേ ടെൻഷൻ അടിച്ചിരിക്കോ? അവക്കെന്ത് കഷ്ടപ്പാടാണോ എന്തോ, പാവം. ആദ്യം നമ്മുടെ കഷ്ടപ്പാടിനെ പറ്റി ആലോചിക്കാം ആന്റി. ശരി. മിനിസ്റ്ററുടെ ബർത്ത്ഡേ ഈവന്റ് ഫയൽ എവിടെയാ വച്ചിരിക്കുന്നത്? എന്ത് മെഡിസിൻസാ ഇത്? ആരാ ഇതൊക്കെ യൂസ് ചെയ്യുന്നത്? വസുന്ധരയാണോ യൂസ് ചെയ്യുന്നത്? അതോ ഇനി കുട്ടികൾക്ക് വേണ്ടി എങ്ങനെയാണോ വാങ്ങിച്ചേ? അതിന് കുട്ടികൾക്ക് അസുഖമൊന്നുമില്ലല്ലോ. വസുന്ധരയും ഹെൽത്തി ആയിട്ടായിരിക്കുന്നത്. പിന്നെ ആർക്കായിരിക്കും ഈ മെഡിസിൻ? ആ ഫയൽ എവിടെയാ വെച്ചത്? ഏട്ടാ, ഓ, ഈ ഫയൽ നിന്റെയിലായിരുന്നോ? ഞാൻ ഇവിടെ മുഴുവൻ അരിച്ചു പറക്കുകയായിരുന്നു. സോറി ഏട്ടാ, എന്റെ റൂമിൽ വെച്ച് മറന്നുപോയി. മിനിസ്റ്ററുടെ ബർത്ത്ഡേ ഇവന്റില് സെക്യൂരിറ്റി റീസൺസ് കാരണം കുറച്ച് ചേഞ്ചസ് പറഞ്ഞിട്ടുണ്ട്. നമ്മളത് വർക്കൗട്ട് ചെയ്ത് മിനിസ്റ്ററിന്റെ പി എക്ക് ഫയൽ അയക്കണം. ഓക്കെ ഏട്ടാ, ഏട്ടൻ കറക്ഷൻ ക്ലിയർ ചെയ്ത് വെക്ക്. ഞാൻ മിനിസ്റ്ററുടെ പി എക്ക് അയച്ചോളാം. അതുപോട്ടെ, വീട്ടിൽ ലേഡീസിനെ ആരെയും കാണുന്നില്ലല്ലോ. എല്ലാരും എവിടെ പോയി? ഏട്ടനോടൊന്നും പറഞ്ഞില്ലേ? ഏടത്തിമാരെയും കാർത്തികയും കൂട്ടിയിട്ട് അമ്മ സ്വാമിജി കാണാൻ പോയിരിക്കുക. പിന്നെ സുമംഗല ഇളയമേ അവരുടെ കൂടെ ഉണ്ട്. സ്വാമിജിയെ കാണാൻ വേണ്ടിയോ? എന്തിന്? അദ്ദേഹം ജാതകം നോക്കി ഭാവി കാലം പറയുന്ന ഏട്ടാ. ഇനി നിങ്ങൾക്ക് അകത്തേക്ക് പോകാം. വന്നോ. വാ. എന്റെ 3 മരുമക്കളുടെയും ജാതകം കൊണ്ടുവന്നിട്ടുണ്ട് സ്വാമി. അവരുടെ കാര്യങ്ങൾ ഇനി സ്വാമിജി തന്നെ പറയണം. സ്വാമിജി കണ്ണുകൊണ്ട് എന്നെ സ്കാനിങ് ചെയ്യാൻ തോന്നല്ലോ. കാർത്തികയുടെ കാര്യം കഴിഞ്ഞു. സ്വാമിജി സീരിയസ് ആയിട്ട് സംസാരിക്കുകയാണെങ്കിൽ
എന്നെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് മനസ്സിലായെന്ന് തോന്നുന്നു. ഞാൻ കള്ളം പറഞ്ഞതിനെ അമ്മ എന്നെ ഇവിടെ വെച്ച് തന്നെ തല്ലൂന്നാ തോന്നുന്നേ.